പ്ലസ് ടു മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ചെക്ക് ദ ഇക്വിവലൻസി ഓഫ് ദ റിലേഷൻ ക്യാപിറ്റൽ ആർ, റിലേഷനാണ് ആർ, ക്യാപിറ്റൽ ആർ ഓൺ ദ സെറ്റ് എ ഈക്വൽ സെറ്റ് 1 2 3 4 5 6 ആസ് ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ സെറ്റ് ഓർഡേർഡ് പെയർസ് എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്, 1 2 3 4 5 6 ആണ് ആ സെറ്റ്. ആ സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഡിവിസിബിൾ, അതായത് രണ്ടാമത് നടക്കുന്ന നമ്പറുകൾ എന്തായിരിക്കണം, എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആ രീതിക്ക് നമ്മൾ ഈ 1 2 3 4 5 6 എന്ന് പറഞ്ഞ ഈ സെറ്റിനെ നമ്മൾ ഈ റിലേഷൻ്റെ രൂപത്തിൽ, ഡിവിസിബിൾ ആവുന്ന രൂപത്തിൽ എഴുതണം. കണ്ടോ, ഇപ്പോൾ അത് എഴുതാൻ പറ്റുന്ന സെറ്റുകൾ എന്ന് പറഞ്ഞാൽ 1 1 1 2 1 3 1 4 1 5 1 6 2 2 2 4 2 6 3 3 3 6 4 4 5 5 6 6 എന്ന് പറഞ്ഞാൽ എക്സ് വൈ എന്നുള്ള രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. അതിനകത്ത് വൈ കോർഡിനേറ്റ്, വൈ എന്ന് പറഞ്ഞ ഈ നമ്പർ, ഈ എലമെൻറ്റ് ഡിവിസിബിൾ ബൈ എക്സ്, ഫസ്റ്റ് കിടക്കുന്ന നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരിയാണല്ലോ. 1 ഡിവൈഡ് ബൈ 1 എന്താണ് 1, 2 ഡിവൈഡ് ബൈ 1 എന്താണ് 2, 3 ഡിവൈഡ് ബൈ 1 എന്താണ് 3, അതുപോലെ 4 ഡിവൈഡ് ബൈ 2 2. അതുപോലെ കണ്ടോ, ഡിവിസിബിളാണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളാണ്. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഈ നമ്പറുകളെ അറേഞ്ച് ചെയ്ത് എഴുതണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇക്വലൻസി ചെക്ക് ചെയ്യണം. അതിനകത്ത് ഫസ്റ്റ് റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതാണ് റിഫ്ലെക്സീവ്. ഇവിടെ 1 1 2 2 3 3 4 4 5 5 6 6 ഇതെല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എഴുതാം എ എലമെൻറ്റ് ആർ ഫോർ ഓൾ എ എലമെൻറ്റ് എ. അതായത് ഇതിനകത്ത് എല്ലാ നമ്പറുകളും ഉണ്ടായിരിക്കണം കേട്ടോ, ഒറ്റ നമ്പർ മാത്രമേ. ഇപ്പോൾ 1 1 2 2 ഉണ്ട്, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഇല്ല, 4 4 മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 5 5. ഇതിലേതെങ്കിലും ഒരെണ്ണം മിസ്സിങ് ആണെങ്കിൽ പോലും നമുക്കത് എഴുതാൻ പറ്റില്ല റിഫ്ലെക്സീവ് ആണോ എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിൾ കൊടുത്തു. 1 1 എലമെൻറ്റ് എന്തുവാ 6 എന്ന് പറഞ്ഞ് കൊടുത്തു, അല്ലെങ്കിൽ 2 2 ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കൊടുക്കുക. ആർ ഈസ് റിഫ്ലെക്സീവ് എന്ന് എഴുതുക. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത് സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായിരിക്കണം. ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിനെ തിരിക്കണം, തിരിക്കുമ്പോൾ എന്തായിരിക്കണം, കിട്ടുന്നതായിരിക്കണം. ഉദാഹരണത്തിന് 1 1 തിരിച്ചിട്ടാൽ 1 1 തന്നെ, 1 2 തിരിച്ചിട്ടാൽ 2 1 ഉണ്ടോ എന്ന് നോക്കണം. 1 2 തിരിച്ചിട്ടാൽ 2 1 ഇവിടെ ഉണ്ടോ, ഇല്ല. അപ്പോഴങ്ങനെയുള്ളൊരു ഓർഡേർഡ് പെയർ നമ്മുടെ ഈ ഒരു റിലേഷനിലില്ല. അതുകൊണ്ട് നമുക്ക് എഴുതാം ഇത് സിമെട്രിക് അല്ല. അതെങ്ങനെയാണ് നമ്മൾ തിയററ്റിക്കലി എഴുതുന്നത്? എ ബി എലമെൻറ്റ് ആർ, ബി എ നോട്ട് എലമെൻറ്റ് ആർ. അതൊരു കൗണ്ടർ എക്സാമ്പിൾ കൊടുക്കണം. 1 2 ഉണ്ട് എലമെൻറ്റ് ആർ, 2 1 നോട്ട് എലമെൻറ്റ് ആർ. അതൊരു കൗണ്ടർ എക്സാമ്പിളായിട്ട് നമ്മൾ കൊടുക്കണം. എന്നിട്ട് എഴുതണം ആർ ഈസ് നോട്ട് സിമെട്രിക്. ഇനി അടുത്ത മൂന്നാമത്തെ ട്രാൻസിറ്റീവാണ്. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, എ ബി ഉണ്ടായിരിക്കണം, അതോടൊപ്പം എന്തുവാ, എ ബി ഉണ്ടെങ്കിൽ ബി സി ഉണ്ടായിരിക്കണം. ഇതിൽ എൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഇത് രണ്ടും ഉണ്ടെങ്കിൽ എ സി ആദ്യത്തെ അവസാനത്തെ ഉണ്ടായിരിക്കണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എടുത്ത് ചെക്ക് ചെയ്യുക. 1 2 എന്ന് പറയുന്നൊരെണ്ണം എടുത്തു. 1 2 2ൽ അവസാനിക്കുന്നതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ ഏതെങ്കിലും ഉണ്ടോ, ഉണ്ട്. 2 4 അങ്ങനെ വരുമ്പോൾ 1 ഉം 4 ഉം ഉണ്ടായിരിക്കണം. ആ 1 ഉം 4 ഇവിടെ ഉണ്ട്. അങ്ങനെ ഓരോന്നും എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ ആ നമ്പറുകൾ ഇവിടെ ഉണ്ടായിരിക്കും, അടുത്ത ഓർഡേർഡ് പേർ അവിടെ ഉണ്ടായിരിക്കും. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിന് ഞങ്ങൾക്ക് തിയററ്റിക്കൽ എങ്ങനെയാണ് എഴുതുന്നത്? എ ബി എലമെൻറ്റ് ആർ ഇംപ്ലൈസ് ബി സി എലമെൻറ്റ് ആർ വിച്ച് ഇംപ്ലൈസ് എന്താണ്, എ സി എലമെൻറ്റ് ആർ ഫോർ ഓൾ എ ബി സി എലമെൻറ്റ് എ. അതിൻ്റെ കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് എഴുതാം ആർ ഈസ് എന്താണ്, നോട്ട് ട്രാൻസിറ്റീവ്, ആർ ഈസ് ട്രാൻസിറ്റീവ് എന്ന് എഴുതാം. അതോടൊപ്പം തന്നെ ആർ ഈസ് നോട്ട് ഇക്വലൻസ് എന്ന് എഴുതാം. കാരണം എന്താണ്, ഈ ഒരു കണ്ടീഷൻ ഇവിടെ വയലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് ഈ റിലേഷൻ എന്തല്ല, ഒരു ഇക്വലൻസ് അല്ല. ഒരു എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്, പഠിക്കുക.